സഫാൻ ഷഫീഖ്, സഫാൻ ഷഫീഖ്. ഇവിടെ നോക്ക്. എന്താണ് പുള്ളേ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് സഫാൻ ഷഫീഖ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ. നീ തന്നെയാണോ? ഞാൻ തന്നെ. ഇത് സത്യത്തിൽ ഈ പരിപാടി മൊത്തം മാറി ഗൈസ്. ഇതെങ്ങനെയാണ് ഈ ക്യാരക്ടർ ചേഞ്ച്? നമ്മൾ ദശാവതാരം അല്ലെങ്കിൽ അങ്ങനെ ഉലക നായകൻ കമൽഹാസൻ സാറ്, അങ്ങനെ മമ്മൂക്ക, ലാലേട്ടൻ, അങ്ങനെ ചുരുക്കം ആളുകളാണ് കഥാപാത്രങ്ങൾ ഇങ്ങനെ മിനിറ്റിന് ചേഞ്ച് ചെയ്ത് കണ്ടിട്ടുള്ളത്. എന്താ പരിപാടി? ഒരു പാട്ട് പാടാൻ വന്നേണേ. പാട്ടോടെ വന്നാണോ? പട്ടുമാല നടക്കുന്നത് നമ്മൾ അറിഞ്ഞു. അപ്പം നമ്മൾ ഓർത്ത് ഒരു പാട്ടങ്ങ് പാടിയിട്ട് പോയേക്കാന്ന്. സഫ്വാൻ അപ്പൂപ്പൻ അങ്ങനെ പറയാം. കൊള്ളാം അല്ലേ? നല്ല ലുക്ക്. ഒരു കൈയടി കൊടുക്കാം. നല്ല 916 ലുക്ക്. നമ്മൾ വിചാരിച്ച ആ ഒരു കാര്യം നടക്കാൻ, അത് വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ, അല്ലെ എന്ത് ഹാർഡ് വർക്കും ചെയ്യാനായിട്ട് സഫാൻ അത് ഒരുക്കാണ്. അവൻ അതിന് ഒരു ഇൻഹിബിഷനും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, വേറെ ആളെ സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ഒരു ഈഗോ ഇല്ല, ഒന്നുമില്ല. പാവാണ് സഫാൻ. ശരിക്കും എനിക്ക് സഫാനെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടാ. ഓൾറെഡി എനിക്ക് ഇഷ്ടമാണ്, അത് കൂടി. അതിന് ഇങ്ങനെ മേക്കപ്പ് ചെയ്തതിന് ആശിഷ് തോമസ് ഏട്ടന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഉഗ്രനായിട്ടുണ്ട് അല്ലേ? ഞാനത് ആ തുടക്കത്തിൽ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിനൊരു തൊട്ട് മുന്നേ ഉള്ള പാട്ടിന് ഞാൻ ഫ്ലോറിൽ കൂടെ നടന്നപ്പോൾ ഒരാളവിടെ നിൽക്കണ, ഞാനിങ്ങനെ അതായത് ഈ കൂടെ വന്ന നമ്മുടെ മത്സരത്തിൻ്റെ കൂടെ വന്ന ആരെങ്കിലും അപ്പൂപ്പനോ ആരെങ്കിലും അമ്മാവനോ ആരെങ്കിലും വിചാരിച്ചു, ഇങ്ങനെ കാണിച്ചു പോയിട്ട്. അപ്പോൾ ഇന്ത്യയുടെ മമ്മിയാണ്, ആളെ മനസ്സിലായെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് മനസ്സിലായില്ല, നമ്മൾ സഫ്വാനാണെന്ന്. ഞെട്ടിപ്പോയി. നീ വിളിച്ചപ്പോഴേ, സഫാൻ ഷഫീഖ് വിളിച്ചപ്പോഴേ അവന്റെ ടോണ് പോയ പോക്കണ്ട, ആരെ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശബ്ദം വരെ മാറ്റി കളഞ്ഞു. അപ്പൊ എന്തായാലും കൊള്ളാം. സഫാന്റെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഏത് പാട്ടാ പാടുന്നേ? 1977 പുറത്തിറങ്ങി യത്തീം എന്ന സിനിമയ്ക്ക് പി ഭാസ്കരൻ മാഷ് വരികൾ എഴുതി, ബാബു രാജ് സാർ സംഗീതം കൊടുത്ത് ദാസേട്ടൻ പാടിയ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എന്ന സോങ്ങാണ്. വണ്ടർഫുൾ സോങ് സെലക്ഷൻ, മനോഹരമായ പാട്ടിന്റെ ഒരു സെലക്ഷൻ. ഞാൻ സഫാന്റെ ഒരു ഡീറ്റെയിലിംഗ് നോക്കുമായിരുന്നു. കയ്യിലുള്ള മോതിരം, അതൊക്കെ നമ്മൾ ഈ വല്യപ്പന്മാരും ഉപ്പാപ്പന്മാരെയൊക്കെ കാണില്ലേ, അതേപോലെ ആ ചെരുപ്പടക്കം അത്രയും ഡീറ്റെയിലിംഗ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് സഫാനിൽ. നന്നായിട്ട് പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സഫാനെ, എന്തോ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ട്. അപ്പൊ സഫാന്റെ ശബ്ദത്തിൽ ഈ പാട്ട് പാടിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ്സിലൂടെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്തൊക്കെയാണ് ഈ പാട്ടിലെ ഭംഗി, എങ്ങനെയുണ്ടായിരുന്നു ഈ പാട്ടില്, സഫാന്റെ കമന്റ്സ് എന്തൊക്കെയാണ്? അൻവർക്കാ, സഫാൻ എന്തോ സുഖം തന്നെ പുള്ളേ. അല്ലാഹ് പടച്ചോനെ നമ്മളെ കാത്തോളണേ. മക്കള് പാടിയത് നന്നായിരുന്നു കേട്ടാ. താങ്ക് യു. ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. എന്നിട്ട് കോസ്റ്റ്യൂമും ഞെട്ടിച്ച് കളഞ്ഞു, തകർത്ത് കളഞ്ഞു, പൊളിച്ചു കളഞ്ഞു. ആ തൊപ്പിയും കണ്ണടയും താടിയും മീശയും ഡ്രസ്സും ഉപ്പുറ്റിക്ക് മുകളിലുള്ള മുണ്ടുടുപ്പും ഒക്കെ, ചെരുപ്പ് ഉൾപ്പെടെ മൊത്തത്തിൽ ആ മോതിരം ഉൾപ്പെടെ ഉള്ളത് പൊളിച്ചു കലക്കി കളഞ്ഞു. താങ്ക് യു. ഭാസ്കര മാഷ്, എസ് ബാബുരാജ് ടീമിൻ്റെ പാട്ട്, വളരെ മനോഹരമായ പാട്ട്. ആ ഒരു ഫസ്റ്റ് ലൈൻ തന്നെ നമുക്ക് അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ, ആ ഒരു ട്യൂണിൽ തന്നെ എല്ലാം ഉണ്ട്. ഒരു ട്യൂൺ ഉണ്ടാക്കുന്നതാണ്. ഒരു ട്യൂൺ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കത് അതിനൊരു ഭംഗിയും ആ വരികളുടെ അർത്ഥം ഇങ്ങനെ മനസ്സിലേക്ക് കിട്ടുകയാണ്. അമ്മാതിരി ഉഗ്രനായിട്ട് ട്യൂൺ ചെയ്തൊരു സുന്ദരൻ സൃഷ്ടിയാണ് മക്കൾ പാടിയത്. പാട്ട് തീരുന്ന സ്ഥലം വിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തീർക്കുകയാണ്. പിന്നെ പാട്ടിലേക്ക് പോകണ്ട, നബിയെക്കുറിച്ചുള്ള സ്വലാത്ത് പറഞ്ഞങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്ത് മഹത്തായ സൃഷ്ടി അല്ലേ. വളരെ കൃത്യമായിട്ട് മക്കൾ ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാതെ പാടി, മോനെ ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. പാടി ഉപ്പുപ്പ. എനിക്ക് മോനെ ഒന്ന് വിളിക്കാൻ തോന്നുന്നില്ല കേട്ടോ, നിന്റെ ഒരു വേഷം കണ്ടിട്ട്. എനിക്കും സഫാനെ വിളിക്കാനേ തോന്നുന്നില്ല. ഞാൻ പിന്നെ നമ്മൾ അങ്ങനെ കണ്ടുപോയതുകൊണ്ട് മോനെ എന്നൊക്കെ വിളിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഉപ്പുപ്പാണ് ഇപ്പം.
ഇത് വേഷം മാറി നല്ലതുപോലെ വാ, കേട്ടാ. കലക്ക് മോനെ. താങ്ക് യു സോ മച്ച് അൻവർ ഖാൻ. ശബ്നം സഫാൻ എന്ന് വിളിക്കാൻ പറ്റണില്ല. എന്ത് വിളിക്കും? ഉപ്പുപ്പാന്ന് വിളിക്കാം അല്ലേ? ഒരു സൂഫി ഉപ്പുപ്പ. സഫാനുപ്പാന്ന് വിളിച്ചോളാം. സഫാനുപ്പാന്ന് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് മാറ്റുന്നത്? ഡ്രസ്സ് ഓക്കെ, നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഡ്രസ്സിങ്ങിൽ നമുക്ക് ഫാൻസി ഡ്രസ്സും ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് വരുന്നത്? ഈ നോർമലി സംസാരിക്കുമ്പോൾ പോലും ഒരു ഉപ്പുപ്പാട കണക്കാണ് ഇപ്പോൾ പാടിയ സമയത്തും. ഇവൻ വളരെ ചെറുപ്പത്തിലെ അപ്പൂപ്പനായി മാറിയ മനുഷ്യനാണ്. അല്ല, അത്യാവശ്യം മോണാക്ടിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. മോണാക്ടും ഫാൻസി ഡ്രസ് നാടകത്തിന് സ്ക്രിപ്റ്റ് ഇപ്പൊ അവന്റെ നിപ്പ് പോലും അപ്പൂപ്പനാണ്. ഒരു ബോഡി ലാംഗ്വേജ് ആ ഒരു രീതിയിലായി. അതാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഒരു അങ്ങനെ മാറിക്കഴിഞ്ഞു. നമുക്കങ്ങനെ ഒരു വല്ലാണ്ടൊരു ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ അങ്ങനെ ആൾക്കാർ വളരെ റെയറാണ്. ഇത്രയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ട്രാൻസ്ഫോർമേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഷാരൂഖ് ഖാൻ, പ്രേം നസീർ, പിന്നെ സൂഫി ഉപ്പ. അല്ല, ഇത് നിന്നെ ഒരിക്കൽ മഹാനായ മനുഷ്യനെ നമുക്ക് അതെ കുറെ നേരം എടുത്തു ചെയ്തു തരാൻ തന്നെ. പുള്ളിക്കാരൻ അത് അത്രയ്ക്ക് ആത്മാർത്ഥത്തോടെ നിന്ന്. അതെ, പേര് നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ പറയണം. ആശിഷ് തോമസ്. ആശിഷിന് ഒരു ബിഗ് സല്യൂട്ട്. എന്തായാലും പാട്ട് വളരെ മനോഹരമായ ഒരു കോമ്പോസിഷൻ, വളരെ മനോഹരമായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ പാടി നമ്മൾ അത്രയും ആ ഒരു യത്തീമിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു അല്ലേ, അതാണ് ഒരു സന്ദേശവും കൂടെ ഉള്ള ഒരു ചേർന്ന ഒരു പാട്ട്. അടിപൊളി. താങ്ക് യു സോ മച്ച് ജഡ്ജ്.